ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീത. സിമ്പിൾ റെസിപ്പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഓണസദ്യയിൽ വളരെ വിശേഷപ്പെട്ട അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റം തന്നെയാണ് പായസം, അല്ലെ? പായസം ഇല്ലാത്ത ഓണസദ്യയേ ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി പായസത്തിന്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സാരി ഉണ്ടല്ലോ, ഈ സാരിയിൽ കാണുന്ന ഈ പെയിന്റിങ് ചെയ്തിരിക്കുന്ന കേരളത്തിലെ കുറച്ച് കുട്ടികളാണ്. അതായത് കേരളത്തിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സാമൂഹികപരമായും സാമ്പത്തികപരമായും പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന കുറച്ച് കുട്ടികൾ. അവരാണ് ഈ ചിത്രത്തിന് പിന്നിൽ. ഈ കുട്ടികളുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടി രൂപം കൊണ്ട ഒരു സംരംഭമാണ് നിറം. അപ്പോൾ നിറത്തിലെ കുട്ടികളാണ് ഈ നിറഭംഗിയാർന്ന ചിത്രങ്ങൾക്ക് പിന്നിൽ. കേരള സർക്കാരിന്റെ കൈത്തറി സാരിയാണ് അവർ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഈ സാരിയിൽ അവർ സ്വന്തം കൈകൾ കൊണ്ട് ഈ പടങ്ങൾ വരച്ച് പെയിന്റ് ചെയ്തിരിക്കുകയാണ്. അതിമനോഹരമായ പെയിന്റിങ്ങുകളാണ് അവർ ചെയ്തിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നതിലൂടെ ഇവരുടെ കലാവാസനയെ പോഷിപ്പിക്കുന്നു എന്നത് മാത്രമല്ല, ഇവർക്ക് ചെറിയൊരു വരുമാന മാർഗം കൂടിയാണിത്. ഇവരെ ഇതിനെ പ്രാപ്തരാക്കുന്നതും ഇവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതും സാമൂഹ്യ പ്രവർത്തകയായ ശ്രീമതി ധന്യ രാമനാണ്. തിരക്കേറിയ ജീവിതത്തിൽ നിന്നും ശ്രീമതി ധന്യ ഈ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുന്നു എന്നത് വളരെ പ്രശംസനീയമാണ്. നമ്മൾ എത്രയോ സാരികളും ഡ്രസ്സുകളും ഒക്കെ വാങ്ങുന്നു, അല്ലെ, വലിയ വലിയ ഷോപ്പുകളിൽ നിന്നൊക്കെ. പക്ഷെ ഈ കൊച്ചു കുട്ടികളുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഒരു സാരി വാങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമായിരിക്കും. അവർക്ക് അതൊരു വലിയ പ്രോത്സാഹനം മാത്രമല്ല, അവർക്ക് സാമ്പത്തികമായ ഒരു നേട്ടം കൂടിയായിരിക്കും അത്. ഈ കുട്ടികളുടെ അടുത്ത് നിന്ന് 3 സാരി വാങ്ങാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ അതിലേറെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. നിങ്ങൾക്കും ഈ കുട്ടികളുടെ അടുത്തു നിന്നും ഒരു സാരി വാങ്ങിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഒരു കൈത്താങ്ങാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിൽസും ശ്രീമതി ധന്യ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ധന്യയ്ക്കും നിറത്തിലെ എൻ്റെ കൊച്ചുമക്കൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. അതോടൊപ്പം തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഓരോന്നായി തരണം ചെയ്ത് പടവുകൾ ചവിട്ടിക്കയറി ജീവിതത്തിൽ വെന്നിക്കൊടി പാറിക്കാൻ ഈ കൊച്ചുമക്കൾക്കാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ഭാവുകങ്ങളും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള മത്തങ്ങ പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 2 കപ്പ് മത്തങ്ങ ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ്. തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത മത്തങ്ങയാണ്. ഇത് 2 കപ്പുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ പോകണം കേട്ടോ. മത്തങ്ങ തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി അതിൽ കുറച്ചുകൂടി വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റുന്ന വരെ നമുക്കൊന്ന് വെക്കാം. ഇപ്പോൾ മത്തങ്ങ നന്നായിട്ട് വെന്തു, അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. ഇനി നമുക്കിത് എടുത്ത് മാറ്റി. അടുത്തായിട്ട് നമുക്ക് കുറച്ച് ശർക്കര വെക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് ചതച്ച ശർക്കരയാണ് പാത്രത്തിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാൻ പോകണം. ഇത് നമുക്കിനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അല്പം ചൂട് കട്ടിയുള്ള കുറച്ചുകൂടെ വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ചൂടായ നെയ്യിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ്, പിന്നെ കുറച്ച് റൈസിൻസ്, എന്നിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് നന്നായി ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വറുത്ത് കോരുക. ഇതിപ്പോൾ എല്ലാം നല്ല വറുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർക്കാം. അപ്പോൾ ഈ പാനിൽ ആവശ്യത്തിന് നെയ്യുണ്ട്. നെയ്യില്ലെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ചേർക്കാം. ഇത് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടുക. മത്തങ്ങ ഇപ്പോൾ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. ഈ വരട്ടിയ മത്തങ്ങയിലേക്ക് ഇനി നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കാം. മത്തങ്ങ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇത് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ഇത്രയും വരട്ടി എടുക്കാനായിട്ട് ഒരു 5-6 മിനിറ്റിൻ്റെ ആവശ്യം വന്നുള്ളൂ.
6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത്രയും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. 1-ാം പാലോ 2-ാം പാലോ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ടത് 2-ാം പാലാണ് കേട്ടോ. ഒരു കപ്പ് തേങ്ങാപ്പാൽ ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതിനി തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ലൂസാക്കി യോജിപ്പിച്ച് എടുക്കാം. കോക്കനട്ട് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തു. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടി, ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ചേർക്കാൻ പോവാണ്. ഞാൻ കൂടെ മിക്സ് ചെയ്യുക. ഇനി ഞാൻ കുറച്ച് കോക്കനട്ട് ക്രീം ചേർക്കാൻ പോവാണ്. 1-ാം പാലുള്ളവർ ഈ സമയത്ത് 1-ാം പാൽ ചേർക്കാം കേട്ടോ. ഒരു 1/2 കപ്പ് കോക്കനട്ട് ക്രീമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി മത്തങ്ങ പായസം എന്താ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പായസം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പായസമാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പായസമാണ്. ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല, ശരിക്കും നല്ല പായസമാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് മത്തങ്ങ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും വളരെ നല്ലൊരു ഓണം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.